ഈ വീഡിയോയിൽ യൂണിറ്റ് 3 ദി ട്രയൽ ഓഫ് സയൻസ് എന്ന് പറയുന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ടോക്കിംഗ് ഓഫ് സയൻസ് ഇൻ്റർഫേസ് വിത്ത് എ സയൻറ്റിസ്റ്റ്. ഇതൊരു ഇൻ്റർവ്യൂ ആണ്, അതായത് കുറേ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൻ്റെ ആൻസേഴ്സ് പറയുന്നു. അപ്പോൾ അതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. ടോക്കിംഗ് ഓഫ് സയൻസ് ആണ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ ഡോക്ടർ അജിത് പരമേശ്വരൻ, ഈ ഡോക്ടറിനോട്, അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്, അദ്ദേഹത്തോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സ്, അദ്ദേഹം പറയുന്ന ആൻസേഴ്സുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ തുടങ്ങാം. ഇൻട്രൊഡക്ഷൻ ഇവിടെ കൊടുത്തേക്കുന്നത് നോക്കാം. ഇൻ ക്വസ്റ്റ്യൻസ് ഓഫ് സയൻസ് ദ അതോറിറ്റി ഓഫ് 1,000 ഇസ് നോട്ട് വർത്ത് ദ ഹംബിൾ റീസണിങ് ഓഫ് എ സിംഗിൾ ഇൻഡിവിജ്വൽ. സയൻസിൻ്റെ ഒരു പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഒരു ആയിരക്കണക്കിന് അധികാരമുള്ളവർ പറയുന്ന കാര്യങ്ങളെക്കാൾ പവർഫുള്ളാണ് ഒരാൾ എക്സ്പെരിമെൻറ്റ്സ് നടത്തി അയാൾ കണ്ടുപിടിച്ച ഒരു കാര്യം. ഓക്കെ, ആയിരക്കണക്കിന് ആളുകൾ, നല്ല ടോപ്പ് ലെവൽ അല്ലെങ്കിൽ അധികാരമുള്ളവർ പറയുന്ന കാര്യങ്ങളെക്കാൾ ഭയങ്കര പവറുള്ളതാണ് ഒരാൾ ഒബ്സർവേഷനൊക്കെ നടത്തി, അതായത് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കുറേ ചെയ്തിട്ട് അത് ഒബ്സർവ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ഒരു സയൻറ്റിഫിക് ട്രൂത്ത് എന്ന് പറയുന്ന കാര്യം. Thousands of people may have seen apples falling from trees. കുറേ ആളുകൾ ആപ്പിൾസ് ട്രീസിൽ നിന്ന് താഴെ വീഴുന്നത് കണ്ടിട്ടുണ്ട്. ബട്ട് ഇറ്റ് ടുക്ക് ദ ക്യൂരിയോസിറ്റി ആൻഡ് കീൻ ഒബ്സർവേഷൻ ഓഫ് ആൻ ഐസക് ന്യൂട്ടൺ ടു റിലേറ്റ് ദ ഫോൾ ഓഫ് ആൻ ആപ്പിൾ ടു ദ ലോസ് ഓഫ് ഗ്രാവിറ്റി ആൻഡ് മോഷൻ. എന്നാലും ഐസക് ന്യൂട്ടൺ ആണ് അതിനെ ലോസ് ഓഫ് ഗ്രാവിറ്റി ആൻഡ് മോഷൻ, ഈ ഒരു നിയമങ്ങൾ, ലോസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനെ ഒബ്സർവ് ചെയ്ത് കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത്. Can you cite other examples of revolutionary discoveries that arose from curiosity and observation? അങ്ങനെ ഒരുപാട് ഡിസ്കവറീസ് നടത്തിയിട്ടുള്ള ആളുകൾ ഉണ്ട്. Here is an excerpt from an interview with Dr. Ajit Parameshwaran, a young scientist from our own state, Kerala. ഈ ചാപ്റ്ററിൽ ഒരു യങ് സയൻറ്റിസ്റ്റ്, ഡോക്ടർ അജിത് പരമേശ്വരൻ എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം ഒരു യങ് സയൻറ്റിസ്റ്റാണ്, കേരളത്തിൽ നിന്നുള്ളൊരു സയൻറ്റിസ്റ്റാണ്. He has followed the trial of science from a very young age. ചെറുപ്പം മുതലേ സയൻസിനെ ഫോളോ ചെയ്തിരുന്ന ഒരാളാണ്. യൂസിങ് ഓൾ ദി റിസോഴ്സസ് ആൻഡ് ഫെസിലിറ്റീസ് ഓഫ് ഹിസ് ലോക്കൽ സ്കൂൾ. അദ്ദേഹം പഠിച്ച സ്കൂളിലെ എല്ലാ ഫെസിലിറ്റീസും അവിടെയുള്ള എല്ലാ റിസോഴ്സൊക്കെയാണ് അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തത്. ആൻഡ് ലൈബ്രറി, അതേപോലെ ലൈബ്രറിയെ യൂട്ടിലൈസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ടോക്കിംഗ് ഓഫ് സയൻസ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അജിത് പരമേശ്വരൻ. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു യു. എവ്രിവൺ നോസ് ദാറ്റ് scientists discover things, but what exactly do they do? അപ്പോൾ ഇവിടെ ഒരു ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറയാണ്, ഗുഡ് മോർണിംഗ് ഡോക്ടർ അജിത് പരമേശ്വരൻ, താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു യു. നിങ്ങളോട് സംസാരിക്കാൻ ഒരു അവസരം തന്നതിന് നന്ദി. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കണക്റ്റ് ആക്കിയാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയാം, എവ്രി വൺ നോസ് ദാറ്റ് സയൻറ്റിസ്റ്റ് ഡിസ്കവർ തിങ്സ്. സയൻറ്റിസ്റ്റുകൾ കാര്യങ്ങൾ കണ്ടുപിടിക്കും. ബട്ട് വാട്ട് എക്സാക്ട്ലി ദ ഡു? അവരെന്താണ് ചെയ്യുന്നത്? എക്സാക്ട്ലി വാട്ട് they do എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡോക്ടർ അജിത് പരമേശ്വരൻ പറയാണ്, when I was a child there were no scientists around for me to ask this question. ഞാൻ ചെറുതായിരുന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ എൻ്റെ ചുറ്റിനും ഒരുപാട് സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഒറ്റ സയൻറ്റിസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല. ബട്ട് ഈവൻ നൗ മൈ ഫ്രണ്ട്സ് സംടൈംസ് ആസ്ക് മീ ദ സെയിം തിങ്. ഇപ്പോൾ പോലെ എൻ്റെ ഫ്രണ്ട്സ് ചിലപ്പോൾ എന്നോട് ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഹാഫ് ജോക്കിംഗ്, ഹാഫ് സീരിയസ്. കുറച്ച് തമാശയ്ക്കും കുറച്ച് സീരിയസ് ആയിട്ടോ പക്ഷേ ഇത് ചോദിക്കാം. I often laugh it off and change the topic. പക്ഷേ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒന്നില്ലെങ്കിൽ ചിരിക്കും അല്ലെങ്കിൽ ആ ടോപ്പിക്ക് മാറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഡോക്ടർ പരമേശ്വരൻ, ഹൗ വുഡ് യു ഡിസ്ക്രൈബ് വാട്ട് സയൻറ്റിസ്റ്റ് ഡു? അങ്ങനെയെങ്കിൽ സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളെങ്ങനെ പറയും, ഡിസ്ക്രൈബ് ചെയ്യും? അജിത്, പ്ലീസ് കോൾ മീ അജിത്. അപ്പോൾ ഡോക്ടർ പരമേശ്വരൻ എന്ന് പറഞ്ഞപ്പോൾ പറയണേ എന്നെ അജിത്ത് എന്ന് വിളിച്ചാൽ മതി. I think a good description would be that scientists create knowledge. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി പറയുകയാണെങ്കിൽ, സയൻറ്റിസ്റ്റ് ചെയ്യുന്നത് നോളജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഓൾ ഹ്യൂമൻസ്, എല്ലാ ഹ്യൂമൻസും ആൻഡ് ഈവൻ മെനി ആനിമൽസും ആർ കൺസ്യൂമേഴ്സ് ഓഫ് നോളജ്. എല്ലാവർക്കും നോളജ് ആവശ്യമാണ്, അല്ലെ? എല്ലാവരും നോളജ് കൺസ്യൂം ചെയ്യുന്നവരാണ്, എടുക്കുന്നവരാണ്, അതായത് സ്വീകരിക്കുന്നവരാണ്. എ ഫാമർ ഹാസ് ടു നോ വെൻ ടു സോ ആൻഡ് റീപ്പ്. ഒരു ഫാമറിന് അറിഞ്ഞിരിക്കണം എപ്പോഴാണ് വിതയ്ക്കേണ്ടത്, എപ്പോഴാണ് കൊയ്യുക. റീപ്പ് എന്ന് പറഞ്ഞാൽ കൊയ്യുക, സോ മീനിങ് വിതയ്ക്കുക. ഇത് ഒരു ഫാമറിന് അറിഞ്ഞിരിക്കണം. എ വെജിറ്റബിൾ വെൻഡർ needs to do some
അരിത്മെറ്റിക് ഇൻ ഹിസ് ഹെഡ്, അല്ലേ? ഒരു വെജിറ്റബിൾ ഷോപ്പുള്ള ആൾ, അല്ല വെജിറ്റബിൾ ഷോപ്പല്ല, വെജിറ്റബിൾ നട്ട് വളർത്തുന്ന ഒരാൾ, ഓക്കെ, നീഡ്സ് ടു ഡു സം അരിത്മെറ്റിക് ഇൻ ഹിസ് ഹെഡ്. അയാളും കുറച്ച് കാൽക്കുലേഷനൊക്കെ നടത്തിയിരിക്കണം. ആൻഡ് എൻ എഞ്ചിനീയർ നീഡ്സ് ടു നോ, ഫോർ എക്സാമ്പിൾ, ഹൗ ടു ഡിസൈൻ എ ബ്രിഡ്ജ് ദറ്റ് ക്യാൻ ഹോൾഡ് ദ റിക്വയർഡ് ലോഡ്. ഒരു ലോഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാലം എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ള നോളജ് ഒരു എഞ്ചിനീയറിനും വേണം. അപ്പോൾ എല്ലാവർക്കും നോളജ് വേണം. സോ അതാണ് അദ്ദേഹത്തിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മേഡ് യു ഇൻട്രസ്റ്റഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് നോളജ്, അജിത്? എങ്ങനെയാണ് നിങ്ങൾ നോളജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ടുവന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു ഇൻട്രസ്റ്റ് വന്നത്? ഡിഡ് സംതിങ് സ്പാർക്ക് യുവർ ക്യൂരിയോസിറ്റി അബൌട്ട് ദ നാച്ചുറൽ വേൾഡ്? എന്തെങ്കിലും ഒരു സ്പാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യൂരിയോസിറ്റി, നാച്ചുറൽ വേൾഡിനെ കുറിച്ചുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ എന്തെങ്കിലും സ്പാർക്ക് വന്നോ? എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ് അജിത്. വെൻ ഐ വാസ് എ ചൈൽഡ്, എ ഫാസിനേറ്റിംഗ് ബുക്ക് ഇൻ മലയാളം, എന്തുകൊണ്ട്, വിച്ച് മേ ബി ലൂസ്ലി ട്രാൻസ്ലേറ്റഡ് ആസ് വൈ ഈസ് ഇറ്റ് സോ. അപ്പോൾ ഇങ്ങനൊരു ബുക്ക്, ചെറുപ്പത്തിൽ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ, വാസ് പബ്ലിഷ്ഡ് ബൈ ദ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പബ്ലിഷ് ചെയ്തൊരു ബുക്കാണത്. അവർ ലോക്കൽ ലൈബ്രറി ഹാഡ് എ കോപ്പി. അവിടെ ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള ലൈബ്രറിയിൽ ആ ബുക്കിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു. ദ ബുക്ക് എക്സ്പ്ലെയിൻഡ് മെനി ഇൻട്രസ്റ്റിംഗ് ഫിനോമിന ഓഫ് ദ നാച്ചുറൽ വേൾഡ് ടു ദ ക്യൂരിയസ് റീഡർ. ഒരുപാട് കാര്യങ്ങൾ, നാച്ചുറൽ വേൾഡിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ബുക്കിൽ പറയുന്നുണ്ട്. ഈവൻ നൗ ബുക്സ് റിമെയിൻ എ സോഴ്സ് ഓഫ് റിലയബിൾ ഇൻഫർമേഷൻ. ഇപ്പോഴും ബുക്സ് എന്ന് പറയുന്നത് ഒരുപാട് ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സാണ്. അൺലൈക്ക് മോസ്റ്റ് ഓഫ് ദി ഇൻഫർമേഷൻ വി ഗെറ്റ് ഓൺലൈനിൽ നമ്മൾക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടും. അതേപോലെയല്ല, ബുക്സിൽ നിന്നും കിട്ടുന്നത് വേറൊരു കൈൻഡ് ഓഫ് ഇൻഫർമേഷനാണ്. ഇന്നും എല്ലാം ഇൻ്റർനെറ്റിൽ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കാം, പക്ഷെ എന്നാലും ബുക്സിലും അവൈലബിൾ ആയിട്ടുള്ള, ബുക്സിൽ തന്നെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു, നമുക്ക് കുറച്ച് ഡിഫക്റ്റീവ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ ബുക്സിലുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി But Ajit, even now, despite all the information available, are there important questions that remain unanswered? ഒരുപാട് ഇൻഫർമേഷൻ ഇന്ന് അവൈലബിൾ ആണ്, ശരിയാണ്. എന്നാലും ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം കിട്ടാതിരിക്കുന്നുണ്ടോ അജിത്? അൺഡൗട്ടഡ്ലി, ഒരു സംശയമില്ല. വി സ്റ്റിൽ ഡോണ്ട് ഹാവ് വെരി ഗുഡ് ആൻസേഴ്സ് ടു മെനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ദറ്റ് കൺസേൺ അസ്. നമ്മളെ കണക്ട് ചെയ്യുന്ന, നമ്മളെ കൺസേൺ ചെയ്യുന്ന ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന് ഇന്നും നല്ല ആൻസേഴ്സ് ഇല്ല. ഫോർ എക്സാമ്പിൾ, what are the real reasons for the increasing human-animal conflicts in Kerala? ഹ്യൂമൻസും ആനിമൽസും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ഈ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്കറിയില്ല. വൈ ഡു വി നൗ ഹാവ് സോ മെനി മോർ എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് such as ഫ്ലാഷ് ഫ്ലഡ്സ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ്? ഇന്ന് ഫ്ലഡും ലാൻഡ് സ്ലൈഡൊക്കെ ഭയങ്കര കൂടുതലാണ്. എന്താണ് അതിൻ്റെ റീസൺ എന്നറിയില്ല. വൈ ആർ ദർ ഫ്രീക്വൻറ്റ് ഔട്ട്ബ്രേക്സ് ഓഫ് റെയർ വൈറൽ ഡിസീസസ്? റെയർ ആയിട്ടുള്ള വൈറൽ ഡിസീസസ് പെട്ടെന്ന് കുറേ അങ്ങോട്ട് സ്പ്രെഡ് ആവും. വൈ ആർ ദർ സോ മെനി മോസ്കിറ്റോസ്? ഒരുപാട് മോസ്കിറ്റോസ് ഉണ്ട് ഇന്ന്, അല്ലേ? എന്താണ് ഇതിൻ്റെയൊക്കെ റീസൺസ്? വി ഡോണ്ട് ഹാവ് ഗുഡ് ആൻസേഴ്സ് ഹിയർ ടു ദീസ് ആൻഡ് വേരിയസ് അതർ ക്വസ്റ്റ്യൻസ്. ഈ ചോദ്യങ്ങൾക്കൊന്നും നല്ല മറുപടികൾ പറയാനായിട്ട്, നല്ല ആൻസേഴ്സ് പറയാനായിട്ടില്ല. ഇതേപോലെ കുറേ ക്വസ്റ്റ്യൻസ് വേറെയും ഉണ്ട്, ആൻസേഴ്സ് ഇല്ലാത്തത്. ആൻസേഴ്സ് ഉണ്ട്, പക്ഷെ ഒരു നല്ലൊരു ആൻസർ എന്ന് പറയാനൊരു ആൻസർ ഇല്ല. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ക്യൂരിയോസിറ്റി ഈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് സയൻസ്. വൈ ഇസ് ക്യൂരിയോസിറ്റി സോ ഇമ്പോർട്ടൻറ്റ്? ക്യൂരിയോസിറ്റി സയൻസിൻ്റെ ഹാർട്ടിലുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ക്യൂരിയോസിറ്റി ഭയങ്കര ഇമ്പോർട്ടൻറ്റ്? അജിത്, ക്യൂരിയോസിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ എ ഗുഡ് സയൻറ്റിസ്റ്റ്. നല്ലൊരു സയൻറ്റിസ്റ്റ് ആവണമെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി വേണം, ഒരു ആകാംക്ഷ. അതാണ് ക്യൂരിയോസിറ്റി. ഇറ്റ് ഡ്രൈവ്സ് ദ ക്വസ്റ്റ് ഫോർ നോളജ്. അങ്ങനെയാണെങ്കിൽ ഒരു ആകാംക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ നോളജ് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. വൈൽ ചിൽഡ്രൻ നാച്ചുറലി ആസ്ക് ക്വസ്റ്റ്യൻസ്, കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അഡൾട്ട്സ് ഓഫൻ ഡു നോട്ട്. എന്നാൽ അഡൾട്ട്സ് ചോദിക്കില്ല. either because they don't care or because they don't want to appear ignorant. ഒന്നുകിൽ അവർ അതിനെപ്പറ്റി മൈൻഡ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു ഇഗ്നോറൻറ്റ്, അതിനെപ്പറ്റി അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലല്ലോ എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനൊരു നമ്മളെപ്പറ്റി ഒരു ഇമേജ് വരാതിരിക്കാനും ആവാം. സയൻറ്റിസ്റ്റ് ഹവർ മസ്റ്റ് റീറ്റെയിൻ ദ ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി ആൻഡ് അഡ്മിറ്റ് ദെയർ ഇഗ്നോറൻസ്. സയൻറ്റിസ്റ്റ് അങ്ങനെയല്ല, ആ ഒരു കുട്ടികളെ പോലെയുള്ള ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി അവർക്ക് ഇന്നുണ്ട്. അവർക്ക് ഈ പറയുന്ന ഇഗ്നോറൻസ് അവർ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് എനിക്ക് അതിനെപ്പറ്റി അറിവില്ല എന്നുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ കൂടിയാണ് സയൻറ്റിസ്റ്റുകൾ. ദിസ് എലോൺ ക്യാൻ ഡ്രൈവ് ദം ടു ഡിസ്കവർ ദ ട്രൂത്ത്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ടാണ്
സത്യം കണ്ടുപിടിക്കുന്നത്, അവർ ട്രൂത്ത് കണ്ടുപിടിക്കുന്നത്. ഓഫ് കോഴ്സ് ക്രിയേറ്റിംഗ് ന്യൂ നോളജ് ഓൾസോ റിക്വയർസ് എ സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഇസ് ഓൾറെഡി നോൺ. എന്തൊക്കെ കാര്യങ്ങൾ ഓൾറെഡി എല്ലാവർക്കും അറിയാം എന്നുള്ളത് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് ബാക്കി പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. As Newton said, if I have seen farther, it is by standing on the shoulders of giants. അതായത് സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞ കാര്യമാണ്. അതായത് മറ്റുള്ളവർ, അതായത് എൻ്റെ മുന്നേ നടന്നവരുടെ കാര്യങ്ങൾ, അതായത് അവർ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ അതിൻ്റെ റിമൈനിങ് കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സ്കൂൾ എഡ്യൂക്കേഷൻ പ്രിപ്പയർസ് ആസ് ഫോർ ദിസ്. സ്കൂൾ എഡ്യൂക്കേഷൻ നമ്മൾ ഇതിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ മുമ്പിൽ നടന്ന ആളുകൾ അവരൊരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അതുള്ളതുകൊണ്ടാണ്, അതിൻ്റെ മുകളിലായിട്ടാണ് നെക്സ്റ്റ് കണ്ടുപിടുത്തം ഞാൻ നടത്തുന്നത്. അതായത് എല്ലാം തുടക്കം കണ്ടുപിടിച്ച ആൾ ഞാനാവണമെന്നില്ല. അതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. Next, you will agree, Ajit, that we need more scientists. What then are the qualities of a good scientist? നമുക്ക് ഒരുപാട് സയൻറ്റിസ്റ്റുകളെ ഇനിയും വേണം അല്ലേ? എന്താണ് ഒരു നല്ല സയൻറ്റിസ്റ്റിൻ്റെ ക്വാളിറ്റീസ്? അജിത്, ആസ്പയറിംഗ് സയൻറ്റിസ്റ്റ് നീഡ് ടു മാസ്റ്റർ റിസർച്ച് ടെക്നിക്സ്. എങ്ങനെയാണ് റിസർച്ച് ചെയ്യുക എന്നുള്ള ടെക്നിക്സുകൾ കണ്ടുപിടിക്കുക. ദേ നീഡ് ടു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. കറക്റ്റ് റൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ആൻഡ് കണ്ടക്ട് കെയർഫുൾ എക്സ്പെരിമെൻറ്റ്സ്. അവർ കെയർഫുൾ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യണം. ടു അറൈവ് അറ്റ് ലോജിക്കൽ ആൻഡ് അൺബയസ്ഡ് കൺക്ലൂഷൻസ്. ലോജിക്കലി ഉള്ള കൺക്ലൂഷൻ, അല്ലെങ്കിൽ ബയസ്ഡ് അല്ലാത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി സത്യസന്ധമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തണം. ക്രിട്ടിക്കലി ഇവാലുവേറ്റിംഗ് ഓൾ ദ എവിഡൻസ്. എല്ലാ തെളിവുകളെയും ഇവാലുവേറ്റ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്ത് അതിനെപ്പറ്റി ആലോചിച്ച് കണ്ടുപിടുത്തങ്ങൾ നടത്തുക. എ ഗുഡ് സയൻറ്റിസ്റ്റ് ഇസ് ഓൾവേസ് ഡൂയിങ് റിസർച്ച്, പെർഹാപ്സ് ഈവൻ ഓൺ എ ഡെത്ത് ബെഡ്. ഒരു നല്ലൊരു സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ റിസർച്ച് ചെയ്യുന്ന ആളായിരിക്കും എപ്പോഴാണെങ്കിലും. പെർഹാപ്സ് ഈവൻ ഓൺ ഹെർ ഡെത്ത് ബെഡിൽ കിടക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്ന ആളാണ് നല്ലൊരു സയൻറ്റിസ്റ്റ്. അജിത്, ഹൂ ഇൻ യുവർ ഒപ്പീനിയൻ കെൻ ബിക്കം എ സയൻറ്റിസ്റ്റ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കാണ് ഒരു സയൻറ്റിസ്റ്റ് ആവാൻ പറ്റുക? അജിത്, നോട്ട് എവറി വൺ ക്യാൻ ബിക്കം എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു സയൻറ്റിസ്റ്റ്, ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ആവാൻ പറ്റില്ല. ബട്ട് എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് കെൻ കം ഫ്രം എനിവെയർ. എന്നാൽ ഒരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. സോ ഐ വുഡ് സേ എനി വൺ ക്യാൻ ബിക്കം എ സയൻറ്റിസ്റ്റ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആർക്കും സയൻറ്റിസ്റ്റ് ആവാം, പക്ഷെ എല്ലാവർക്കും ഒരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ആവാൻ പറ്റില്ല. എന്നാൽ ഒരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈനലി അജിത്, വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു യങ്സ്റ്റേഴ്സ്? കണ്ടോ, ഈ ഇൻ്റർവ്യൂവിൻ്റെ അവസാനം ഒരു മെസ്സേജ് യങ്സ്റ്റേഴ്സിനുള്ള മെസ്സേജും കൂടി ചോദിച്ചിട്ടാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. അജിത്, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഫോളോ യുവർ ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻ ആൻഡ് ഹാർഡ് വർക്ക്. നിങ്ങളുടെ താല്പര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു മടിയും കാണിക്കരുത്. ഐ വുഡ് ഏർജ് യു ടു ഫോളോ യുവർ ഇൻട്രസ്റ്റ് സീരിയസ്ലി നമ്മുടെ താല്പര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. ഓഫ് കോഴ്സ് യു വിൽ ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. യെസ്, നിങ്ങൾ അതിന് വേണ്ടി ഒരുപാട് ജോലി ചെയ്യേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും. ഇഫ് യു ഡു വർക്ക് ഹാർഡ്, ഐ സ്ട്രോങ്ലി ബിലീവ് ദർ ഇസ് എ പ്ലേസ് ഫോർ എവറി വൺ. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, അജിത് ഡോക്ടർ വിചാരിക്കുന്നു, അദ്ദേഹം ബിലീവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എല്ലാവർക്കും ഒരു പ്ലേസ് ഉണ്ട്, എല്ലാവർക്കും ഒരു സ്ഥാനം ഉണ്ട്. താങ്ക് യു വെരി മച്ച് അജിത്. വി വിൽ ഓൾവേസ് ട്രഷർ ദിസ് എക്സ്പീരിയൻസ് ഓഫ് ടോക്കിംഗ് ടു യു. അപ്പോൾ നമ്മൾ പറയില്ലേ, ലാസ്റ്റ് പറയില്ലേ, നിങ്ങൾ മീറ്റ് ചെയ്തതിൽ സന്തോഷം, നിങ്ങളോട് സംസാരിച്ചതിൽ സന്തോഷം. യെസ്, അങ്ങനെ പറയുന്നതാണ്. അജിത്, ദിസ് ഇസ് മൈ പ്ലഷർ. താങ്ക് യു വെരി മച്ച് ഇൻഡീഡ്. ഓക്കെ, സോ ഇതാണ് നല്ലൊരു ഇൻ്റർവ്യൂ ആണ്. ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസും ഒരുപാട് നല്ല ആൻസേഴ്സും ഉണ്ട്. അപ്പോൾ ഡോക്ടർ അജിത് പരമേശ്വരൻ ആരാണെന്ന് നോക്കാം. ഹി വാസ് ബോൺ ഇൻ 1980. ഹി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ദ വില്ലേജ് ഓഫ് ചെമ്മനിയോട് ഇൻ മലപ്പുറം, കേരള. മലപ്പുറം ജില്ലയിലെ ഒരു വില്ലേജിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിസ് ലവ് ഫോർ ലേണിംഗ് വാസ് നർച്ചർഡ് ബൈ ദ ടീച്ചേഴ്സ് ഇൻ ഹിസ് ലോക്കൽ സ്കൂൾസ് ആൻഡ് ദ ബുക്സ് ഇൻ ഹിസ് ലോക്കൽ ലൈബ്രറി. അദ്ദേഹം നന്നായി വായിക്കുമായിരുന്നു. സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു ബുക്സിനോടുള്ള താല്പര്യം തോന്നി തുടങ്ങിയത്. ഹി ഹാസ് വോൺ ദ 2020 CAS യങ് സയൻറ്റിസ്റ്റ് അവാർഡ് ഫോർ ഫ്രോണ്ടിയർ സയൻസ്. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഹി ഈസ് നൗ ആൻ ആസ്ട്രോഫിസിസിസ്റ്റ് അറ്റ് ദ ഇന്റർനാഷണൽ സെൻറ്റർ ഫോർ തിയററ്റിക്കൽ സയൻസസ് ഇൻ ബംഗളൂരു. സോ ഇതാണ് ഡോക്ടർ അജിത് പരമേശ്വരനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതിൽ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് വരും, പഠിക്കണം. അതിനുശേഷം നോട്ടീസ് ഉണ്ട്.
കണ്ടോ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നിട്ട് നമ്മളോട് നോട്ടീസ് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ഫോർമാറ്റ് തന്നിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ഒരുപാട് വർക്ക്സ് ഒക്കെ ഇതിൻ്റെ പുറകിൽ വന്നിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.